ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ മാടി വിളിച്ചാൽ, ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ മാടി വിളിച്ചാൽ, സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണിൽ പ്രതിമാണിക്യം വെടിയുകില്ല ഞാൻ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം ഞാൻ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിച്ചാലും, നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും, ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. മലാഖി എന്ന വാക്കിൻ്റെ അർത്ഥം മൈ മെസ്സഞ്ചർ. ആ പദത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ സന്ദേശവാഹകനായി ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അതിൻ്റെ ഒടുവിലത്തെ വാക്കുകൾ വരെയും മലാഖി ഈ ചെറു പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം കാണുകയാണ്. ദൈവത്തിൻ്റെ സന്ദേശം കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഭയം കൂടാതെ സധൈര്യം ഇസ്രായേൽ ജനത്തോട് അറിയിച്ച ഒരു വ്യക്തിത്വമാണ് മലാഖി. താൻ ആരെയും കൂട്ടാക്കിയില്ല. അവരുടെ പാപങ്ങളെക്കുറിച്ച്, അവർ ചെയ്ത കുറ്റങ്ങളെക്കുറിച്ച്, കുറവുകളെക്കുറിച്ച് അവരെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുവാൻ മലാഖിക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. മലാഖി ഇസ്രായേൽ ജനത്തിനും ദൈവത്തിനും നടുവിൽ നിന്ന ഒരു മനുഷ്യനാണ്, ദൈവത്തിൻ്റെ ദൂതനാണ്. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചതുപോലെ ദൈവത്തിൻ്റെ ദൂത് അറിയിച്ച പലരെക്കുറിച്ചും ഈ വേദപുസ്തകം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം അതിനെ സംബന്ധിച്ച് പുരോഹിതന്മാരോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. പുരോഹിതനെ സംബന്ധിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതൻ എന്നാണ്. അപ്പോൾ അവൻ്റെ ഗുണം എന്തായിരിക്കണം? അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതുമാണ്. പുരോഹിതൻ. അപ്പോൾ നാം പഴയ നിയമത്തിലെ പുരോഹിതന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ അത് ലേവ്യ പൗരോഹിത്യമാണ്, അഹരോന്റെ പാരമ്പര്യമാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ച് മലാഖി വ്യക്തമായി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം എല്ലാം രാജകീയ പുരോഹിത വർഗമാണ്. രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും കർത്താവായി യേശു ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണ്. അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. ദൈവ സന്ദേശം മറ്റുള്ളവരോട് അറിയിക്കേണ്ടുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ. ഞാൻ അങ്ങനെയല്ല എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. കാരണം രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. ദൈവത്തിൻ്റെ സന്ദേശം മറ്റുള്ളവരോട് പറയാനുള്ളവരാണ്. എന്ത് സന്ദേശമാണ് ഇന്ന് നമുക്ക് മറ്റുള്ളവരോട് പറയാനായിട്ടുള്ളത്? അത് ഒന്നു മാത്രമാണ്. സകല രക്ഷിക്കപ്പെട്ട ദൈവമക്കളും സാക്ഷ്യമായി വിളിച്ചു പറയേണ്ടുന്നൊരു കാര്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു എന്നുള്ള വസ്തുത വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് അവിശ്വാസികളായിട്ടുള്ള അഥവാ രക്ഷിക്കപ്പെടാത്ത ആളുകളോട് നാം പറയേണ്ടതായിട്ടുണ്ട്. ആ ഒരു കർത്തവ്യം നമ്മിൽ ദൈവം വെച്ച് തന്നിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം ആരും മറന്നു പോകാനായിട്ടിടയാകരുത്. അനേകർക്ക് സുവിശേഷം പറയുവാൻ ഭയമാണ്, അനേകർക്ക് സുവിശേഷം പറയുവാൻ ലജ്ജയാണ്, അനേകർക്ക് സുവിശേഷം പറയുവാൻ താല്പര്യമില്ല, അനേകർക്കും ഇത് ഒരു സാക്ഷ്യമായിട്ട് നിൽക്കുവാൻ, സമൂഹമധ്യേ നിൽക്കുവാൻ, കൂട്ടുകാരോടോ വീട്ടുകാരോടോ നാട്ടുകാരോടോ ഒന്നും പറയുവാൻ മനസ്സില്ലാത്തവരായി മാറിയിരിക്കുന്നു.
എന്നാൽ ദൈവം പറയുന്നു, നീ എൻ്റെ ദൂതനാണ്. രണ്ടാമത് 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിച്ചതുപോലെ, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. സ്നാപകയോഹന്നാനെ കുറിച്ചാണ് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നതെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചു. സ്നാപകയോഹന്നാനെ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വഴി നിരത്തേണ്ടതിനായിട്ട് അയച്ചു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം, സർപ്പസന്തതികളെ, വരുവാനുള്ള ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടുവിനെന്നുള്ള വിലപ്പെട്ട സന്ദേശം. കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കിയതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, അറുക്കപ്പെടുവാൻ ലോകത്തിനു വേണ്ടി, ലോകത്തിൻ്റെ പാപത്തിനു വേണ്ടി അറുക്കപ്പെടുവാനിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പഴയ നിയമത്തിലെ കുഞ്ഞാട് എന്ന് പറയുന്ന മനുഷ്യകുലത്തിൻ്റെ പാപത്തിന്, ഓരോരുത്തൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവനവൻ കൊണ്ടുവരുന്ന ഊനമില്ലാത്ത കുഞ്ഞാടിനെ യാഗമായി അർപ്പിച്ച് പാപപരിഹാരം നേടിയിരുന്നതുപോലെ, ഇതാ പുതിയ നിയമത്തിൽ കർത്താവ് കടന്നു പോകുമ്പോൾ യോഹന്നാൻ സ്നാപകൻ തൻ്റെ ചുറ്റും നിൽക്കുന്ന ജനത്തോട് വിളിച്ചു പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സന്ദേശം അറിയിക്കുന്ന വ്യക്തി ആരുടെ സന്ദേശമാ? ദൈവത്തിൻ്റെ സന്ദേശം മനുഷ്യരോട് അറിയിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന വ്യക്തി. യോഹന്നാൻ ആ കാര്യം ഭംഗിയായിട്ട് നിർവഹിച്ചു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം, ഉത്തരവാദിത്തം നിർവഹിക്കുന്നുണ്ടോ? അതോ നാണിച്ചും പമ്മിയും വിഷമിച്ചും മടിപിടിച്ചും താല്പര്യമില്ലാതെയും പിന്നോട്ട് വലിയുന്നവരായി മാറിയിട്ടുണ്ടോ? അങ്ങനെ മാറിയിട്ടുള്ളത് കൊണ്ടല്ലേ നമ്മുടെ ഭാരതം ഇന്നും സുവിശേഷം ശരിയായ നിലകളിൽ കേൾക്കാതെ നിൽക്കുന്നത്? എത്രയോ ഡിസ്ട്രിക്റ്റുകൾ, എത്രയോ പഞ്ചായത്തുകൾ, എത്രയോ ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ ഇനിയും സുവിശേഷം എത്താത്തതായി നമ്മുടെ ഭാരതത്തിലുണ്ട്. കാരണമെന്താ? നിസ്സാരം. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൂത് നാം പറഞ്ഞില്ല എന്നുള്ളതാണ്, അറിയിച്ചില്ല എന്നുള്ളതാണ്. വരുന്ന ദിവസങ്ങളിൽ അറിയിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മൂന്നാമത് മറ്റൊരു കാര്യമാണ് ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചത്. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവ്. ഇസ്രായേൽ ഒരു രക്ഷിതാവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതൻ. ഇതിനു മുമ്പ് എത്രയോ ആളുകൾ ദൂതുമായിട്ട് ഇസ്രായേലിൻ്റെ മധ്യത്തിലേക്ക് കടന്നു വന്നു. അവരെ ആരെയും അവരിഷ്ടപ്പെട്ടില്ല. കാരണം അവരുടെ മുഖത്തു നോക്കി വന്ന പ്രവാചകന്മാർ, ദൈവദാസന്മാർ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് പാപം, നിങ്ങളുടെ വിഗ്രഹാരാധന പാപം, നിങ്ങളുടെ അന്ധവിശ്വാസം പാപം, നിങ്ങളുടെ വ്യഭിചാരം പാപം, നിങ്ങളുടെ ദുഷ്കർമ്മം പാപം, നിങ്ങൾ ചെയ്തു കൂട്ടുന്നതെല്ലാം പാപം, ദൈവം ശിക്ഷിക്കും, അങ്ങനെ നിങ്ങൾക്കിത് യോഗ്യമല്ല, ദൈവം നിങ്ങളെ തൻ്റെ സ്വത്തായി സെപ്പറേറ്റായി തിരഞ്ഞെടുത്തിരിക്കുന്നതാണ്, നിങ്ങളെ ദൈവം തനിക്ക് വേണ്ടി തന്നെ മാറ്റിവെച്ചിരിക്കുന്നതാണ്. ആകയാൽ പാപത്തിൽ അകപ്പെടരുത്, ദോഷം പ്രവർത്തിക്കരുത്, ദൈവത്തിന് വിരോധമായി നിൽക്കരുത്. വീണ്ടെടുപ്പുകാരനായ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അതിൽ നിന്ന് പിന്മാറി മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് വരുവിൻ എന്ന് പ്രവാചകന്മാർ മുഖാന്തരം ധാരാളം പ്രാവശ്യം ദൈവം അവരോട് സംസാരിച്ചിട്ടും ആ ദൂതന്മാരുടെ സന്ദേശം അഥവാ ദൈവത്തിൻ്റെ സന്ദേശം അവർ ചെവിക്കൊള്ളുവാൻ മനസ്സില്ലാത്തവരായി, മനം തഴമ്പിച്ചവരായി, ഹൃദയം കഠിനമാക്കിയവരായി പിന്നെയും പാപം ചെയ്ത് മുമ്പോട്ട് പോകുവാൻ ഇടയായി എന്നുള്ളത് നാം ഓർക്കുന്ന കാര്യമാണല്ലോ. പ്രിയമുള്ളവരെ, അത് ഇസ്രായേലിൻ്റെ ജീവിതത്തിൻ്റെ വലിയ കുറവാണ്. എന്നാൽ ഇവിടെ പറയുന്നു, നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ. അപ്പോൾ അവർ വേറൊരുവിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്താ കാത്തിരിക്കുന്ന? അവർ അന്വേഷിക്കുന്നു. ഒരു കർത്താവിനെ, കർത്തൃത്വം നടത്തുന്ന ഒരുവനെ അവൻ അന്വേഷിക്കുകയായിരുന്നു. ശരിയായ നിലകളിൽ കർത്തൃത്വം നടത്തുന്ന, ശരിയായ നിലകളിൽ ഭരണം നടത്തുന്ന, ശരിയായ നിലകളിൽ ന്യായപാലനം നടത്തുന്ന ഒരുവനെ ഇസ്രായേൽ ജനത്തിലെ നല്ലൊരു പങ്കാളുകളും ആകാംക്ഷയോടെ കാത്തിരുന്നു. പിന്നെയോ
രണ്ടാമതവിടെ പറയുന്നു, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ. അവർ ആഗ്രഹത്തോടെ കാത്തിരുന്ന ഒരു നിയമദൂതനെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെയും, അതാരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ താൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ജനത്തെ പലവട്ടം ഓർമ്മിപ്പിച്ചു. നാം ഈ സുവിശേഷങ്ങളിലെല്ലാം അക്കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വേദഭാഗം മാത്രം ചൂണ്ടിക്കാണിച്ച് ഞാൻ മുൻപോട്ട് പോകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിവാൻ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായി തീരേണ്ടതിനും തന്നെ. നോക്കണം, അവിടെ വേദപുസ്തകത്തിൽ ഈ ഭാഗത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നു. ഈ അധ്യായത്തിൽ ധാരാളം പ്രാവശ്യം ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവൻ, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള പദങ്ങൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു പിതാവായി ദൈവം അയച്ച ഒരു നിയമദാതാവാണ്, നിയമദൂതനാണ്. പ്രിയമുള്ളവരെ, സന്ദേശം എന്താ? സന്ദേശം ദൈവത്തിൻ്റെ കാര്യം മനുഷ്യനെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും അറിയിച്ചു കൊടുത്ത ഇതുപോലൊരു ദൂതൻ, ഒരു മെസ്സഞ്ചർ വേറെയില്ല. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. കാരണം യേശു ക്രിസ്തു ദൈവത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. ആ യാഥാർത്ഥ്യം വിശ്വസിച്ച് മനസ്സിലാക്കി വരുന്ന ദിവസങ്ങളിൽ അവൻ്റെ ദൂത് ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവനെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് താങ്കളെയും ഈ കേൾവിക്കാരെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.